നിങ്ങളുടെ ഡെയിലി അഫർമേഷൻസിനെ നെക്സ്റ്റ് ലെവലിലേക്ക്, അതായത് ഒരു ഹയർ എനർജി ലെവലിലേക്ക്, എ ഗ്രേറ്റർ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കാനായി നിങ്ങളെ സഹായിക്കുന്ന വളരെ സിമ്പിളും പക്ഷെ വളരെ പവർഫുള്ളുമായിട്ടുള്ള ഒരു വാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് വേൾഡിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മളുടെ അഫർമേഷൻസിലെ ഒരു ഹയർ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക്, അതായത് ഒരു ഹയർ എനർജി ലെവലിലേക്ക് എത്തിക്കുകയും അതുവഴി അതിനെ മോർ പവർഫുൾ ആൻഡ് എഫക്റ്റീവ് ആക്കുകയും ചെയ്യുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ എന്ന് ഒരുപാട് പേര് ആൻസർ ഗസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വാക്ക് എന്താണ് എന്ന് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോവുകയാണ്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ആ വാക്ക് ഏതാണ്? ഐ ക്യാൻ ആണോ, ഐ വിൽ ആണോ, ട്രസ്റ്റ് ആണോ, ഫെയ്ത്ത് ആണോ, ബിലീഫ് ആണോ, താങ്ക് യു ആണോ, ഏതാണ് ആ വാക്ക് എന്നറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണുക. നിങ്ങളിൽ പലരും ഗസ് ചെയ്തിട്ടുള്ള ആ വാക്കുകൾ അഫർമേഷൻസിൻ്റെ കൂടെ ചേർക്കുന്ന വാക്കുകൾ തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് വളരെ സ്ട്രോങ് ആയ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കി നമ്മളുടെ അഫർമേഷൻസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്ന ആ വാക്ക് കറക്റ്റായിട്ട് ഗസ് ചെയ്തത് ഒരാൾ മാത്രമാണ്. ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ഗസ് ചെയ്തിട്ടുള്ള 2 പേര് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവർ ഗസ് ചെയ്തിട്ടുള്ള ആൻസർ കറക്റ്റാണ്. ആ ഒരു വേർഡ് ബിലീവാണ്, ബിലീവ്. ഇനി ഈ ബിലീവ് എന്ന വാക്ക് നമ്മളുടെ അഫർമേഷൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരല്പം ഏലക്കപ്പൊടി ചേർത്താൽ എന്താണ് സംഭവിക്കുക? ആ ചായയുടെ ടേസ്റ്റ്, രുചി വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. അതുപോലെ നമ്മൾ അഫർമേഷൻസ് ചെയ്യുമ്പോൾ ഈ ഒരു വാക്ക് ആ അഫർമേഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഫർമേഷൻ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്, ഹയർ ലെവലിലേക്ക്, മോർ പവർഫുൾ ആൻഡ് എഫക്റ്റീവ് ലെവലിലേക്ക് മാറുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ അഫർമേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് കിട്ടുന്നില്ലെങ്കിൽ, ഒരു പവർ തോന്നുന്നില്ലെങ്കിൽ, അതൊന്ന് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വാക്ക് ചേർത്ത് ആ അഫർമേഷൻസ് ഒന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ കാണാം അതിൻ്റെ പവർ. നിങ്ങൾ അറിയാതെ നിങ്ങളോട് സ്വയം ചോദിച്ചു പോകും, എൻ്റെ അഫർമേഷൻസിന് ഇത്രയും പവർ ഉണ്ടായിരുന്നോ എന്ന്. ആകർഷണ നിയമവും അതുമായി ബന്ധപ്പെട്ട ടെക്നിക്കുകളും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു ഫാക്ടർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് നിങ്ങൾക്ക് ആകർഷണ നിയമത്തിലും ആ ടെക്നിക്കിലും പിന്നെ നിങ്ങളിലും പ്രപഞ്ചശക്തിയിലും നിങ്ങൾക്ക് ആ ലക്ഷ്യം തീർച്ചയായും നേടാൻ സാധിക്കും എന്ന 100% ബിലീഫാണ്, 100% വിശ്വാസം. അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു 100% ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്കുകൂടി ഇന്നു മുതൽ നിങ്ങളുടെ അഫർമേഷൻസിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇനി ഈ വാക്ക് ചേർത്ത് എങ്ങനെയാണ് അഫർമേഷൻസ് പറയേണ്ടത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ബിലീവ് ഐ ആം പവർഫുൾ. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പവർഫുൾ ആണെന്ന്. ഐ ബിലീവ് ഐ ആം ബ്യൂട്ടിഫുൾ. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ബ്യൂട്ടിഫുൾ ആണെന്ന്. ഐ ബിലീവ് ഐ ആം വെൽത്തി. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ധനികനാണെന്ന്. ഐ ബിലീവ് ഐ ആം ഹെൽത്തി. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഹെൽത്തി ആണെന്ന്. ഐ ബിലീവ് ഐ ആം പവർഫുൾ. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പവർഫുൾ ആണെന്ന്. ഐ ബിലീവ് ഐ ആം ലക്കി. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ലക്കിയാണെന്ന്. ഐ ബിലീവ് ഐ ആം കോൺഫിഡൻറ്റ്. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന്. ഐ ബിലീവ് ഐ ക്യാൻ അച്ചീവ് ഓൾ മൈ
ഡ്രീംസ്. ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. ഇത് നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പവർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു 28 ഡേയ്സ് 28 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ രീതിയിൽ ഈ വാക്കും കൂടെ ചേർത്ത് ഈ അഫർമേഷൻസ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് എത്രമാത്രം ഒരു പവർഫുള്ളായിട്ടുള്ള ബിലീഫ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നെ ഈ അഫർമേഷൻസ് ഉപയോഗിക്കാനുള്ള മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഐ ബിലീവ് മൈ വെൽത്ത് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സമ്പത്ത് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഐ ബിലീവ് മൈ ഹെൽത്ത് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഹെൽത്ത്, എൻ്റെ ആരോഗ്യം ദിനം പ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ബിലീവ് മൈ പവർ ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ഐ ബിലീവ് മൈ ബ്യൂട്ടി ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സൗന്ദര്യം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണെന്ന്. ഐ ബിലീവ് മൈ കോൺഫിഡൻസ് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ആത്മവിശ്വാസം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.